ഹലോ, അസ്സാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയയും കോഴിമുട്ടൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പോളൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കട്ടെ. അപ്പോൾ ഞാനിതാ 2 നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത്ര തന്നെ പഴുപ്പില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ നല്ല പഴുത്ത പഴയുന്നു, അതുകൊണ്ട് അധികം ഉടഞ്ഞു പോകുന്നില്ല കേട്ടോ. നമ്മൾ നല്ല പഴുത്ത പഴമാണെങ്കിലും വഴറ്റിയെടുക്കുമ്പോൾ ആ നെയ്യിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മളിതിങ്ങനെ ഉടച്ച് കൊടുക്കാഞ്ഞാൽ മതി. ഉടച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഉടഞ്ഞു പോവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഒന്നൊന്നിനോട് ചേരാതെ നല്ലപോലെ വേറിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല പഴുത്തതാണെന്നുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ചെറിയൊരു എന്താ പറയുക, ഒരു കറ ചുവക്കടമായിട്ടൊരു ഇതുണ്ടാവും നമുക്ക് അധികം പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാ ഞാൻ 2 പഴം 4 പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പഴം ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമ്മൾ പഴുത്ത പഴം ആയതുകൊണ്ട് ഒരുപാട് നേരിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാനൊന്നും നിൽക്കണ്ട. പെട്ടെന്ന് നമുക്കൊന്ന് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കളിക്കാതെ ഒന്ന് അവിടെ 1-2 മിനിറ്റ് ഒന്ന് അതേമാതിരി വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് നല്ല ഇതിൽ തന്നെ കിട്ടും കേട്ടോ. കളറൊക്കെ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതേ പാനിക്ക് തന്നെ നമുക്ക് എന്തെങ്കിലും നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണം കേട്ടോ. വണ്ടിപ്പരിപ്പോ ബദാമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. ഇട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മുന്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. നിലക്കടല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കുറച്ച് ബദാമാണ്. അപ്പോൾ അതൊന്ന് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 5-6 കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്നും ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയാൽ മതിയില്ല, നിർബന്ധമൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നട്ട്സൊന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല. അല്ല അങ്ങനെ തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരുപാടിട്ട് വയറ്റൊന്നും വേണ്ട, നെയ്യിലൊന്നും ഇങ്ങോട്ട് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ഇതേ പാനിൽ തന്നെ വഴറ്റിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി പാന് മാറ്റൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് സേമിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ വറുത്ത സേമിയ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലാണ് ഞാൻ നമ്മൾ സേമിയ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. 1 കപ്പ് സേമിയ, വറുത്ത സേമിയ ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് സേമിയ ആയാലും കുഴപ്പമില്ല കേട്ടോ. വറുക്കാത്ത സേമിയ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ വറുക്കണ ടൈം കുറച്ചും കൂടി കൂട്ടി കൊടുത്താൽ മതി. എന്നിട്ട് നല്ല ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് വഴറ്റി എടുത്തിട്ടുള്ള സേമിയ ആയതുകൊണ്ട് തന്നെ 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നമുക്കിത് നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു 1 കപ്പ് പാൽ തികച്ച് അങ്ങോട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഒരു ഇത്തിരി കുറവാക്കിക്കാണ്ട് എടുത്തിട്ട് ആ സേമിയ പാലിലൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സേമിയ നല്ലോണം ഒന്ന് കുറുകി വറ്റി വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ലോണം കുറുകി പാലും സേമിയയും കൂടി ഒരേമാതിരി ആയി വരണ വരെ ആയി കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഞാനിതിങ്ങനെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം വറ്റി വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പഞ്ചസാരൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അത്രയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ചെറിയ കയ്യിലാണ് കേട്ടോ, ഒരുപാട് വലുതൊന്നുമല്ല. ഇത് 1 ടേബിൾ സ്പൂണോളം ഈ ഒരു കയ്യിൽ ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ കുഞ്ഞു കയ്യിലാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരു 1.25 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കണ്ട. ഇത് തണുത്ത് കഴിയുമ്പോൾ തന്നെ നല്ലോണം ഡ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വറ്റിച്ചെടുക്കൊന്നും വേണ്ട. ഈ ഒരു പരുവമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിത് ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. ഇത് ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ ഇതിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പോകണുള്ളൂ. അപ്പോൾ ഞാനത് അവിടെ ചൂടാറാൻ വെച്ചതിൻ്റെ ശേഷം ഒരു ബൗളിലേക്ക് ഒരു 6 കോഴിമുട്ട ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. 5 ആയാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് കുറഞ്ഞ് പോയിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് അതിന് പകരം പാലിൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അളവിത്തിരി ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 6 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ
ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. പാലിൻ്റെ അളവ് കൂടണ്ട കേട്ടോ, ഇത്ര തന്നെ മതി പാല്. അല്ലാതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാറ്റർ നല്ലോണം ലൂസായി പോയിട്ട് നമുക്ക് വിചാരിച്ച ആ ടെക്സ്ചറിൽ ഇത് കിട്ടൂല കേട്ടോ. ഇനി ഇതിലേക്കും കുറച്ച് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം പഞ്ചസാര ഒന്ന് അലിയണ വരെ ഇതൊന്ന് നമ്മൾക്ക് മെൽറ്റാക്കിയിട്ട് എടുക്കണം. അങ്ങനെ അതാ നമ്മളെ പഞ്ചസാരയും കോഴിമുട്ടയും ഒക്കെ കൂടി നല്ലോണം മെൽറ്റായി കിട്ടിയിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പാലിൽ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയല്ലേ, അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനി എല്ലാതും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കന്നെ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, വയറ്റി വെച്ചിട്ടുള്ള പഴമില്ലേ അതും ഇട്ട് കൊടുക്കുക. പിന്നെ ബദാമാണ്, ഒരു 5-6 ബദാം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ഞാനൊന്ന് നെയ്യിൽ തന്നെ വയറ്റിയെടുത്താണ്, അതും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കട്ടെ. ബദാം ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധം. ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഇല്ലേ, തേങ്ങാക്കൊത്ത് നെയ്യിൽ വയറ്റിക്കാണ്ട് ഇതിന് പകരം അതും ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഒരു 1/2 സ്പൂണ് ഏലക്കായൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ അണ്ടിപ്പരിപ്പില്ല, മുന്തിരി ഇല്ല, ബദാം ഇല്ല, അങ്ങനെയൊന്നും കരുതിയിരിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നെയ്യിൽ മൂപ്പിച്ചിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെ വേണം, എന്നാൽ തന്നെ ഈ സാധനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്നും കരുതിയിട്ട് ഇരിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മളെ കയ്യിലുള്ള സാധനമായിട്ട് നമ്മൾ ഉണ്ടാക്കട്ടെ. ഇനി പിന്നെ അതൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ നെയ്യൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാന് കോട്ടിംഗ് ഒക്കെ പോയിട്ട് എന്നാലും പെട്ടെന്ന് കിട്ടും കേട്ടോ. നല്ല പിന്നെ ഒട്ടിപ്പിടിക്കത്തോ അങ്ങനെയൊന്നുമില്ല. എന്നാലും അതിൻ്റെ മാർബിളിൻ്റെ കോട്ടിങ്ങൊക്കെ എന്നിട്ട് അതൊക്കെ പോയി. ഇപ്പോൾ സാധാ ഒരു പാനായി മാറിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വേറെ പാനൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ആ പാനിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. ഞാനിങ്ങനെ ചട്ടിപ്പത്തിരിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് ഒരുപാട് ആഗ്രഹിക്കലുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെയൊക്കെ നല്ലൊരു അതിന് പാകത്തൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ഉണ്ടാക്കാത്ത കിട്ടുക. എനിക്ക് നല്ല ഇഷ്ടമാണ് പാൽപ്പത്തിരിയും ചട്ടിപ്പത്തിരിയും ഇറച്ചിപ്പത്തിരി പോളകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കട്ടെ. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള നല്ല പാത്രങ്ങൾ വേണം, നമ്മൾ അടിയിൽ പിടിക്കരുതല്ലോ. അപ്പോൾ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം ഇൻഷാ അല്ലാ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആയി കിട്ടിയിരിക്കണം കേട്ടോ. പക്ഷേ മക്കളെ, ഞാനിത് മറിച്ചിടണ വീഡിയോ എനിക്കൊരു കോള് വന്നിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ആ കോൾ എടുത്തപ്പോൾ ആ വീഡിയോ എന്തോ ആയി പോയിക്കണം കേട്ടോ, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തേക്ക് ഇങ്ങനെ ഇട്ടുകാണ്ട് ഇതിലേക്ക് തന്നെ ഒന്ന് കൊട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ആയി കിട്ടും. അടിയൊന്നും കരിഞ്ഞ് പോകത്തൊന്നുമില്ല കേട്ടോ. ഞാൻ അടി കരിഞ്ഞ് പോകുന്ന പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമ്മളൊരു ദോശക്കല്ലോ പത്തിരിക്കല്ലോ എന്തെങ്കിലും ഒന്ന് വെച്ചതിൻ്റെ ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഈ നോൺ സ്റ്റിക്കിൻ്റെ പാൻ അതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയിൽ അടിയിലൊന്നും പിടിക്കാതെ നല്ല ഇതിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുറിച്ചെടുക്കട്ടെ. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ആവി പറക്കണുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ കുറച്ച് നേരം വൈകിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. എനിക്കൊന്ന് മോളെ വീട്ടിലൊക്കെ ഒന്ന് പോയി വരാനുണ്ടായിരുന്നു. പോയി വന്നപ്പോൾ കുറച്ച് നേരം വൈകിക്കണം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ വായിലിട്ടപ്പോൾ സത്യം പറഞ്ഞാൽ പൊള്ളിപ്പോയിട്ടോ, ഹാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ അത് നിങ്ങൾ കേൾക്കണ്ട വെച്ചിട്ട് സൗണ്ട് ഓഫാക്കിയതാണ് കേട്ടോ. നല്ല പൊള്ളിയോ ആയി, ആ ചൂടോടെ ഞാൻ അതിൻ്റെ നല്ല സ്മെല്ലൊക്കെ കണ്ടപ്പോൾ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ആളുകളിലേക്ക് നമ്മളെ വീഡിയോസ് എത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയാണ് കേട്ടോ. എല്ലാവരും കമൻറ്റും വിലയേറിയതാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്ര തന്നെയുള്ള പുതിയ തരം വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. സ്നേഹത്തോടെ സ്വന്തം നൂറ തിരൂർ.